ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പുഴുക്കാണ്. കാച്ചിൽ, കപ്പ, ചേമ്പ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഒരു സിമ്പിൾ പുഴുക്ക് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇത്രയും അളവിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് വരാം. ഇത് ഞാൻ പീസാക്കി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലിനി നമുക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടാം, 2 പച്ചമുളക് ഇടാം, ഒരു വെളുത്തുള്ളി ഇടാം, കുറച്ച് സവാള ഇടാം, കുറച്ച് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇത് ശരിക്കും മുങ്ങി നിൽക്കണം, കുറച്ച് മുങ്ങി നിൽക്കണം. അപ്പം നമുക്ക് ഒരു ഗ്ലാസ്സും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഇടാം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ജസ്റ്റ് ഒരു വിസിൽ മതി. ഒരു വിസിൽ കഴിയുമ്പോഴേക്കും നമുക്കിത് എടുക്കാം. ഇത് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് നോക്കാം. ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ വേണ്ടത് തേങ്ങ, ഒരു മുറി തേങ്ങ, കുഞ്ഞുള്ളി, ഒരു പച്ചമുളക്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ജാറിലിടാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മൾ അതിലിട്ട് വേവാൻ അതിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇതിലും കൂടി ഇടാം. പിന്നെ വേണ്ടത് ജീരകം, 1 ടീസ്പൂൺ ജീരകം, കുറച്ചും കൂടി ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇടാം നമുക്ക്. ഇനി നമുക്കിത് അരയാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. കുറച്ച് ജസ്റ്റ് അരയാനായിട്ട് കുറച്ച് ചേർത്താൽ മതി. ഓക്കെ, ഇത്ര മതി. ഇനി ഇത് നമുക്ക് അരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവേ. ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. യെസ്, ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം നമുക്ക് താളിക്കാനായിട്ട് സ്റ്റവ് ഓൺ ചെയ്യാം. ഞാൻ താളിക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകം, കടുക്, 3 വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 കുഞ്ഞുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഇടാം. കുറച്ച് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീരകം ഇടാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി നല്ലോണം നമുക്ക് മൂപ്പിക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഉള്ളി ഇട്ടേക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഇടാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇത് നല്ലോണം വഴറ്റാം. മുളകെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച് എല്ലാം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ ആ അരപ്പ് നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, തിളയ്ക്കണ്ട. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ചൂടാവട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യുക. ഓക്കെ, ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുഴുക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് കഞ്ഞിയുടെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവർ ബൈ.